ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ ചൂരൽമലയിലെ ഉരുൾപൊട്ടലുണ്ടായിട്ട് താൽക്കാലികമായി നിർമ്മിച്ച പാലല്ലേ. താൽക്കാലം അല്ല, ഇപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ള പാലാണ്. ഇവിടെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. 400 വീടുകളോളം ആളുകൾ ഒലിച്ചു പോയൊരു ഭാഗമായിട്ടായി കാണുന്നത്. ഈ കാണുന്ന കല്ലുകളെല്ലാം ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നാണ്. വലിയ 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 പാറകളും ഈ സ്കൂൾ കെട്ടുകളൊക്കെയാണ് ഈ മണ്ണിനടി കാണുന്നത്. ഇവിടുത്തെ പാറകളൊക്കെ പൊട്ടിച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 19 മണിക്കൂർ കൊണ്ട് ഇവിടെ മിലിറ്ററിക്കാർ പണി തീർത്ത പാലാട്ടോ ഈ കാണുന്നത്. ഈ പാലാണ് ഇപ്പോൾ ഇവിടെ ഗതാഗതത്തിനായിട്ടും ഈ പാലം മാത്രമേ ഉള്ളൂ. പുതിയ പാലം പണി തുടങ്ങിയിട്ടില്ല. പുഴയിലൊക്കെ വെള്ളമൊക്കെ ഇപ്പോൾ കുറവാണ്. ഈ പാലത്തിൻ്റെ അക്കരെ വരെ മാത്രമേ ബസ് വരുള്ളൂ കേട്ടോ. KSRTC പ്രൈവറ്റ് ബസ്സൊക്കെ അതുവരെ വരുള്ളൂ. അതിൻ്റെ ഇപ്പുറം ജീപ്പും ചെറുവണ്ടികളൊക്കെ മാത്രമാണ് ട്രിപ്പ് അടിക്കുക. ഇതിൻ്റെ അപ്പുറം ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്കൊക്കെ പോകാനും ഈ ചൂരൽമല സന്ദർശിക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറിയിരിക്കുന്നു. ഒരുപാട് ആളുകൾ ഇത് സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഇവിടുന്ന് ഈ പാലത്തിൻ്റെ അക്കരെ ബസ് ഇറങ്ങി ഇവിടുത്തെ വണ്ടിയിൽ മാത്രമേ അക്കരയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാൻ പറ്റുള്ളൂ. സ്വന്തം വണ്ടിയൊന്നും അങ്ങോട്ട് കടത്തി വിടണില്ല. അക്കരെ ഒരു 2-2.5-3 കിലോമീറ്ററേ ഉള്ളൂ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഈ ചൂരൽമലയും സന്ദർശിക്കാൻ വേണ്ടി. അങ്ങ് ദൂരെ കാണുന്ന മല ആണ് ഉരുൾപൊട്ടി വന്നതാട്ടോ. ഈ വലിയ വലിയ പാറകളൊക്കെ. അവിടെ ഒരു ചായപ്പൊടിയുടെ ഫാക്ടറി ഉണ്ട്. ഈ കാണുന്ന ഒരു ഏരിയ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഈ ഏരിയ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ അത് ഒരുപാട് ഏരിയ ഉണ്ട് ഇത്ര അടുത്ത് ചെല്ലുമ്പോൾ. അപ്പോൾ അവിടേക്ക് ഒരുപാട് കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇത്രയും അകലേന്നാണ് കാണുന്നത്. അത് കാരണം അത് ചെറുതായിട്ട് തോന്നുന്നു അത്ര. അവിടെ ഒരു ചായപ്പൊടിയുടെ ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറി മാത്രം ഒലിച്ചു പോയില്ല. അതിൻ്റെ ഇപ്പുറത്തൊക്കെ ഈ ഭാഗം മൊത്തം വീടുകളുണ്ടായിരുന്ന ഏരിയയാണ് ഇത്ര. നമുക്കിത് ചെറിയൊരു ഏരിയ ആയിട്ടാണ് അകലേന്ന് കാണുന്നത്. പക്ഷേ ആളുകൾ പറയണ ഒരുപാട് ഏരിയ ഉണ്ടെന്നാണ്. ഇതിപ്പോൾ നമ്മൾ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടുത്തെ ഒരു റിസോർട്ടിലാണ് റൂമൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ചാലിയാർപ്പുഴയുടെ സൈഡിൽ കൂടെ പുതിയതായി പണിത റോഡാണ്. ഈ നദി ആണ് ഈ കാണുന്നത്. വെള്ളം ഇപ്പോൾ കുറവാണ്, തീരെ വെള്ളമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 2-2.5 കിലോമീറ്റർ ഉണ്ട്. ഈ റോഡൊക്കെ പുതുതായിട്ട് പണിതാണ്. ഏകദേശം നമ്മൾ ടാർട്ട് റോഡ് കഴിഞ്ഞ് ഒരു ഓഫ് റോഡിൽ കൂടെ കുറച്ച് ദൂരം പോകണം. അതാണ് ഈ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട്. സ്നോ ഫ്ലേക്ക് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അഡ്വഞ്ചർ റിസോർട്ടാട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നടത്താൻ പറ്റിയൊരു റിസോർട്ടാണ്. അപ്പോൾ നല്ലൊരു വൈബ് തന്നെയാണ് ഇവിടെ. ഇത് റിസോർട്ടിലെ ഒരു വീടാണ്. ഇതിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് സെറ്റ് ചെയ്ത് തരിക. ഇതിൽ ഈ റിസോർട്ടിൽ കേട്ടോ ഒരു ട്രീ ഹൗസ്, മനോഹരമായൊരു ട്രീ ഹൗസാണ് ഈ കാണുന്നത്. ഈ ട്രീ ഹൗസിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ കയറിയ നല്ലൊരു വ്യൂ തന്നെ കേട്ടോ. ഒരു രക്ഷയില്ല ഇവിടെ കാഴ്ചകളൊക്കെ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ടെൻറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടെൻറ്റിലാണിന്ന് രാത്രിയിലത്തെ താമസങ്ങൾ. ഈ കാണുന്ന കേട്ടോ ടെൻറ്റുകൾ. ഇതിൽ ഓരോ ടെൻറ്റിലും 2 ആൾക്ക് വീതം കിടക്കാം. അപ്പോൾ ഇന്നത്തെ രാത്രിയിലത്തെ താമസം ഈ ടെൻറ്റിലാണ്. ഇതതിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. മനോഹരമായൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. ഈ കാണുന്ന ടെൻറ്റാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ രാത്രി വൈബ്. പുറത്തെ അവസ്ഥ കാണാം കേട്ടോ. മഞ്ഞാണോ തണുപ്പാണോ? നമ്മുടെ സുപ്രഭാതം, അടിപൊളി സുപ്രഭാതം. ആഹാ എന്താ വൈബ്. ആഹാ സൂപ്പറായിട്ടുണ്ട്. ആഹാ എന്തൊരു ഭംഗി. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ രാത്രിയിലത്തെ ഉറക്കം ഈ ടെൻറ്റിലായിരുന്നു കേട്ടോ. ഇതാ
അന്നൂറ് തണ്ണീറ്റ് വരുന്നു. ഈ കണ്ട ടെൻറ്റിലൊക്കെയാണ്. ഈ ടെൻറ്റിൽ നിന്ന് എണ്ണീറ്റിട്ട് ഞങ്ങൾ നോക്കണത് നേരെ കണ്ടില്ലേ ആ സൂര്യോദയം. സൂര്യൻ വരുന്നേ ഉള്ളൂ. ആ വൈബും നോക്കൂ, മനോഹരമായൊരു കാഴ്ചയല്ലേ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചൂരൽമലയുടെ ഇപ്പുറത്തെ ഭാഗമാണ്. മനോഹരമായ തേയിലത്തോട്ടങ്ങളും പ്രകൃതി ഭംഗിയോട് അനുസൃതമായൊരു ഭാഗമാണ്. അവിടെ കാണാൻ വന്നിരിക്കുകയാണ്. രാവിലെ നടക്കാറിറങ്ങിയതാണ്. ഞങ്ങൾ അട്ടമലയുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിക്കാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ കറങ്ങി മുകളിലെത്തണം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വയനാട്ടിലെ ചൂരൽമലയുടെ അടുത്തുള്ള അട്ടമലയിലാണ്. മനോഹരമായ വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വന്ന് കാണുക തന്നെ വേണം. താഴെക്കൂടെ കൊടുക്കണത് ചാലിയാർ നദിയാ. രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാട്ടോ. ഈ മലയുടെ മുകളിലെത്തി. നല്ലൊരു വ്യൂ പോയിന്റാണ് ഈ അട്ടമലയിലുള്ളത്. ഈ അട്ടമലയുടെ ഹൈറ്റ് നോക്കും, മറ്റുള്ള മലകളൊക്കെ മേഘം മൂടിയിട്ട് താഴത്താണ് കാണുന്നത്. അത്രയും ഹൈറ്റാണ്. നമ്മളിപ്പോൾ അട്ടമലയുടെ മുകളിലുള്ള ഒരു വ്യൂ പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കട്ടോ. ഈ വ്യൂ പോയിന്റിൽ കയറിയ മനോഹരമായ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ അട്ടമലയുടെ മുകളിലുള്ള നല്ലൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ. മനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന്. ഈ കാണുന്നതാണ് അട്ടമലയിലെ ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിലൊരാൾക്ക് കയറാൻ 300 രൂപയാണ് റേറ്റ്. ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് ആട്ടോ. നമ്മൾ കാല് ചവിട്ടുമ്പോൾ അതിങ്ങനെ വിള്ളൽ വീഴും, ക്രാക്ക് വീഴും. അപ്പോൾ പെട്ടെന്ന് പേടിയാവും. പക്ഷേ ഇത് ഇപ്പം ഞങ്ങൾ ഏകദേശം 7:30 സമയത്ത് അവിടെ എത്തിയിരിക്കണേ. 9 മണിക്കൊക്കെ ശേഷമാണ് ഇത് ഓപ്പൺ ആവുള്ളൂ. അപ്പം ഞങ്ങൾ പിന്നെ ഇതിൽ കയറണമെങ്കിൽ കുറേ സമയം ഇവിടെ നിൽക്കണം. അപ്പം പിന്നെ ഇവിടെ നിന്നില്ല, ഞങ്ങൾ തിരിച്ചു പോകാൻ നോക്കുകയാണ്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് കയറിയതാണ്. ഈ മല മൊത്തം കയറി മനോഹരമായ കാഴ്ച കേട്ടോ. ഇവിടെ ഏകദേശം 9 മണിയൊക്കെ ആവാറായി ഞങ്ങൾ താഴ്വാരത്ത് എത്തിയപ്പോൾ. അവിടുന്ന് ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള